Hey guys, this is my day to how to start a digital marketing agency or brand from scratch. അപ്പോൾ ഗൈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ പണ്ട് തൊട്ട് ചെയ്യുന്ന കാര്യമാണ്. ഒരു ബ്രാൻഡ് തുടങ്ങുമ്പോൾ നമ്മൾ ന്യൂസ് പേപ്പറിനോടെ പോസ്റ്റർ ഇട്ട് ആൾക്കാരിലേക്ക് അറിയിക്കുക എന്നുള്ളത്. സോ കാലം മാറി. ഇപ്പോൾ ഉള്ള ഇൻ്റർനെറ്റ്, ഫോണ്, TV എല്ലാം യൂസ് ചെയ്യുന്നവരാണ് കൂടുതൽ. സോ അതുകൊണ്ട് നമ്മൾ പണ്ടത്തെ പോലെ പോസ്റ്റർ ഇട്ട് ജോലിയുടെ കാര്യമില്ല. ഇപ്പം നമ്മളൊരു ബ്രാൻഡ് തുടങ്ങുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് നമുക്ക് വേണ്ടുന്ന ആൾക്കാരിലേക്ക് മാത്രം നമുക്ക് എത്തിക്കാൻ പറ്റും. സോ അതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നിങ്ങളിപ്പോൾ ഒരു കോസ്മെറ്റിക് സാധനം, ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അത് മേടിക്കുന്ന ആൾക്കാരായിരിക്കും ഒരു 22 അല്ലെങ്കിൽ 18 to 25 ഏജിനകത്തുള്ളവരായിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്. നമുക്ക് അങ്ങനെയുള്ളവരെ മാത്രം ടാർഗറ്റ് ചെയ്ത് അവരിലേക്ക് മാത്രം നമ്മുടെ വീഡിയോസ്, നമ്മുടെ ആഡ്സ് റൺ ചെയ്തിട്ട് നമുക്ക് അവരിലേക്ക് നമ്മുടെ പ്രോഡക്റ്റ് എത്തിക്കാൻ പറ്റും. അതിനാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ട് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇങ്ങനെ മാർക്കറ്റ് ചെയ്യുന്ന വഴി നമ്മുടെ പ്രൊഡക്റ്റ് എത്ര പേര് കണ്ടു, എത്ര പേര് അതിൽ ക്ലിക്ക് ചെയ്തു, എത്ര പേര് ആ പ്രൊഡക്റ്റ് വാങ്ങി എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇതുവഴി അറിയാൻ പറ്റും. നമുക്കപ്പോൾ പണ്ടത്തെ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ അത് നമുക്കറിയാൻ പറ്റില്ല. നമ്മൾ ജസ്റ്റ് പോസ്റ്റർ ഇടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ അഡ്വാൻസ് ലെവലാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഈ ഒരു സെക്ഷൻ മാത്രമല്ല ഉള്ളത്. ഇതിനകത്ത് തന്നെ പല സെക്ഷൻസ് ഉണ്ട്. കോണ്ടന്റ് ക്രിയേഷൻ, കോപ്പി റൈറ്റിംഗ്, പെർഫോമൻസ് മാർക്കറ്റിംഗ്, ഗൂഗിൾ ആഡ്സ്, വെബ് ഡെവലപ്മെന്റ്, SEO, അങ്ങനെ പല സെക്ഷൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഇതെല്ലാം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇവർ 30 സെക്കൻഡ്സ് അല്ലെങ്കിൽ 40 സെക്കൻഡ്സിനകത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഫോളോ ചെയ്ത് വെച്ചോ. നെക്സ്റ്റ് വീഡിയോ ഇട്ട് എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും.